ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രി എന്ന് നമ്മൾ പണ്ട് പറയുമായിരുന്നു. പക്ഷേ ഇതും ബിസിനസ്സാണ് ശരിക്കും. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെന്നാൽ നമ്മൾ ആ എക്സ്പെക്ടേഷൻ നമ്മൾ ഓപ്പൺ ആയിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യണം. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഷെയർ ചെയ്യാറുണ്ട്. ചേട്ടാ ഇങ്ങനൊരു പരിപാടിയുണ്ട്, നല്ലതാണെങ്കിലും പറയും ചേട്ടാ നല്ലതായിരുന്നു എന്തെങ്കിലും ഒരു ചേട്ടാ ഇന്ന സാധനത്തിൽ വർക്കായില്ല കേട്ടോ, അത് ഒന്ന് ശ്രദ്ധിക്കണേ നമ്മൾ പറയാറുണ്ട്. അവിടെയും മോശം എക്സ്പീരിയൻസ് ആണെങ്കിലാണ് നമ്മൾ അത് വേണേൽ കഴിച്ചിട്ട് പോടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരും ഉണ്ട്. വണ്ടികൾ ഇതുപോലെ ഒരു വണ്ടി ഒരാൾക്ക് ഭയങ്കര വർക്കായിരിക്കും, മറ്റേ ആൾക്ക് ഒരു 30-70 കാരണം 70 അടുത്ത ബ്രേക്ക് വിട്ട് ഈ വ്യത്യാസങ്ങൾ വണ്ടിക്കുണ്ട്. വണ്ടികളുടെ കാര്യം പറയുമ്പോഴേ അത് ഓരോരുത്തരുടെ പേർപ്പസ് കൂടെ ഉണ്ട് എന്ന് വെച്ച് എല്ലാവർക്കും അത് തന്നെ ആവണമെന്നില്ല. അതങ്ങനെയാണ്, ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്. ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സർവീസ് ഇൻഡസ്ട്രി എന്ന് നമ്മൾ പണ്ട് പറയുമായിരുന്നു. പക്ഷേ ഇതും ബിസിനസ്സാണ് ശരിക്കും. കാരണം ഇവർക്ക് ഒരു റെന്റ് കൊടുക്കണം, ഇവർക്ക് സ്റ്റാഫിന് പേയ്മെന്റ് കൊടുക്കണം, ആ കറണ്ട് ബില്ല്, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഇൻസ്പെക്ഷൻസ് ഉണ്ട്. ഈ അവിടെ വന്ന് നിൽക്കുന്ന ഷെഫുമാരുടെ സാലറി എന്ന് പറയുന്നതൊക്കെ നല്ല തോതിൽ കാണും. ഇതിനൊത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ പലർക്കും, ഈവൻ കസ്റ്റമേഴ്സിനാണെങ്കിലും പലർക്കും പല എക്സ്പെക്റ്റേഷനാണ്, ഒരേ എക്സ്പെക്റ്റേഷൻ അല്ല. അതിനകത്ത് ആ ഫുഡ് ഇൻഡസ്ട്രിക്കും അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഇപ്പം നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്നാൽ നമ്മൾ ആ എക്സ്പെക്റ്റേഷൻ നമ്മൾ ഓപ്പൺ ആയിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യണം. ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ പുറകെ പോയി ഗൂഗിൾ റിവ്യൂസ് ചുമ്മാ വലിച്ചുവാരി ചെയ്തത് അതിനകത്ത് ക്ലിയർ ആയിട്ട് ഈ ബിസിനസ്മാനും മനസ്സിലാവത്തില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ചുമ്മാ ഗൂഗിൾ റിവ്യൂസ് ഇടരുതെന്നല്ല ഞാൻ പറഞ്ഞത്, ഇടണം. പക്ഷേ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ബിസിനസ്മാനോട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഓണറോട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മാനേജറോട് സംസാരിക്കണം. പൊതുവെ ഇങ്ങനെ ഈ ഷെയർ ചെയ്യാറുണ്ട്. ചേട്ടാ ഇങ്ങനൊരു പരിപാടിയുണ്ട്, നല്ലതാണെങ്കിലും പറയും ചേട്ടാ നല്ലതായിരുന്നു എന്തെങ്കിലും ഒരു ചേട്ടാ ഇന്ന സാധനത്തിൽ വർക്കായില്ല കേട്ടോ, അത് ഒന്ന് ശ്രദ്ധിക്കണേ നമ്മൾ പറയാറുണ്ട്. അവിടെയും മോശം എക്സ്പീരിയൻസ് ആണെങ്കിലാണ് നമ്മൾ അത് വേണേൽ കഴിച്ചിട്ട് പോടെ ഈ മോഡിൽ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് ഇറിറ്റേഷൻ വരുന്നത്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മളത്രയും ഇഷ്ടപ്പെട്ട് അത് ഷെയർ ചെയ്യുന്നത്. അതെ അത് തന്നെയാണ്. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെയും പറയും കേട്ടോ. പക്ഷേ ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ചില ആൾക്കാർ പറയും, ഇപ്പോൾ ഞാൻ 1-2 സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് ഈ പറഞ്ഞ പോലെ വേണേ കഴിച്ചിട്ട് പോയി ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവരും ഒന്നും ആരും മനുഷ്യരില്ലേ. നമ്മൾ ഫുഡിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും വണ്ടികളെ പറ്റിയ ആലോചന വരും. കാര്യം വണ്ടികൾ ഇതുപോലെ ഒരു വണ്ടി ഒരാൾക്ക് ഭയങ്കര വർക്കായിരിക്കും, മറ്റൊരാൾക്ക് അത് ചിലപ്പോൾ കാലത്തെത്തില്ല, ചിലപ്പോൾ അതിന് കംഫർട്ട് വർക്ക് ആവത്തില്ല, ചിലപ്പോൾ സ്റ്റിയറിംഗ് നീളം കൂടുതൽ അല്ലെങ്കിൽ അടുത്തായിരിക്കും, ചിലപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന പവർ ആയിരിക്കത്തില്ല. ഒരാൾക്ക് ഒരു 50 ഇങ്ങനെ പതുക്കെ പോകാൻ എനിക്ക് ഇഷ്ടം, മറ്റേ ആൾക്ക് ഒരു 30-70 കാരണം 70 അടുത്ത ബ്രേക്ക് വിട്ട് ഈ വ്യത്യാസങ്ങൾ വണ്ടിക്കുണ്ട്. ഇതേപോലെ സബ്ജക്റ്റീവാണ്. അതുപോലെയാണ് വണ്ടികൾ ഈ വണ്ടികളുടെ റിവ്യൂവിൻ്റെ കാര്യം. ചില സർവീസ് സെൻ്ററിൽ ചെന്നാൽ എടുത്തോണ്ട് പോടാ എൻ്റെ വണ്ടി ഇതാ, ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ വണ്ടി ഇങ്ങനെ. വണ്ടികളുടെ കാര്യം പറയുമ്പോഴേ അത് ഓരോരുത്തരുടെ പേർപ്പസ് കൂടെ ഉണ്ട്. എനിക്കിപ്പോൾ ഞാനൊരു MG കോമറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ XUV700 ഉപയോഗിക്കുന്നുണ്ട്. XUV700 കൊച്ചിയിൽ ഉപയോഗിക്കാനായിട്ട് ഈസ് ഇറ്റ് ഗുഡ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് MG കോമറ്റ് ഇവിടുന്ന് ബാംഗ്ലൂർ പോകാനായിട്ട് MG കോമറ്റ് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇമ്പോസിബിൾ. എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റും. കോമറ്റ് എവിടെ പോയിട്ടുണ്ട്? കോമറ്റ് കൊണ്ട് അതിൻ്റെ മാക്സിമം റേഞ്ച് ഉപയോഗിക്കാവുന്ന അത്രത്തോളം ദൂരമൊക്കെ പോയിട്ട്, അതായത് തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. തിരിച്ചു വന്നിട്ടുണ്ട്. അതെ. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം കോട്ടയം പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് വിതൗട്ട് ചാർജിങ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ലോങ് പോകുമ്പോൾ അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്ക് ആവുന്നുണ്ടോ? ശരിക്കും കോമറ്റ് എന്ന് പറയുന്നത് ഇത്രയും ലോങ് പോകേണ്ട ഒരു വണ്ടിയല്ല, അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട വണ്ടിയായിട്ട് സിറ്റിയിൽ ഉപയോഗിക്കേണ്ട. ഞാൻ സിറ്റിയിൽ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ലോങ് പോയിട്ട് വന്നിട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. തൃശ്ശൂർ പോയിട്ട് വരുമ്പോഴത്തേന് തൃശ്ശൂരൊക്കെ പോവാണ് പക്ഷേ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ XUV700 കുറച്ചുകൂടെ കംഫർട്ട് എന്ന് പറയും. അതേസമയത്ത് സിറ്റിയിൽ ഉപയോഗിക്കാനായിട്ട് MG കോമറ്റാണ് കംഫർട്ടബിൾ. നമുക്ക് ഈസി ആയിട്ട് ഓടിച്ച് പോകാം, ട്രാഫിക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പാർക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്, ക്ലച്ച് ഔട്ടുണ്ട്. ഈവൻ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കംഫർട്ടുണ്ട്. ഇലക്ട്രിക് വണ്ടിക്ക് ഞാൻ ലോങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രിക് വണ്ടികളുണ്ട്. അത് വരുന്ന സമയത്ത് മീൻസ് അതെടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ആകുമ്പോഴത്തേന് അതിനെക്കുറിച്ച് ചിന്തിക്കാം. 700 യൂസ് ചെയ്തൊരാൾക്ക് ഒരു നല്ല EV എടുക്കാവുന്നതേ ഉള്ളൂ. XUV700 ഇനിയിപ്പോൾ വിറ്റാൽ അതിന് ആ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് ഇനി അടുത്ത എടുക്കാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അധികം ചിന്തിക്കുന്നില്ല. എനിവേ ദാറ്റ് ലെറ്റ് ഇറ്റ് ബി ദാറ്റ്. പക്ഷേ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കാനായിട്ടൊരു സുഖമാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതാണെങ്കിലും മറ്റതിനേക്കാളും നമുക്ക് പെട്ടെന്ന് ഒരു ഓവർടേക്ക് ചെയ്യാനായിട്ടൊക്കെ മറ്റതിനേക്കാൾ ആക്സിലേഷൻ ക്വിക്കറാണ്. കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ആ പ്രൈസ് പോയിന്റിലുള്ള ഒരു ഇലക്ട്രിക് വണ്ടിയും ഒരു IC വണ്ടി എടുത്താൽ ഇലക്ട്രിക് വണ്ടി ഓൾമോസ്റ്റ് ഒരു എന്താ പറയുന്നത് ആ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വൻ വ്യത്യാസമായിരിക്കും. അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കാര്യത്തിലാണെങ്കിലും കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. പിന്നെ ഒരു പെർഫോമൻസ് IC എൻജിൻ ഓടിച്ച്
ആ ഒരു ത്രില്ല് കിട്ടിയിട്ട് ഓക്കെ കമ്പയർ ചെയ്യുന്നവരോട് എനിക്ക് ഞാൻ ആ കോൺവെർസേഷൻ ഓക്കെയാണ്. ബിക്കോസ് അവർ അത്രയും പെർഫോമൻസ് ഉള്ള വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട്, അത്രയും BHP ഉള്ള വണ്ടികൾ, അത്രയും പവറുള്ള വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്മ്യൂട്ടർ കാർ, ഒരു പാസഞ്ചർ കാർ നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു വണ്ടിയും ഇലക്ട്രിക് വണ്ടിയും അതിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇലക്ട്രിക് വണ്ടി തന്നെ നമുക്ക് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നുന്നത് ഇലക്ട്രിക് വണ്ടി ഓടിക്കാനായിട്ടാണ്. എന്ന് വെച്ച് എല്ലാവർക്കും അത് തന്നെ ആവണമെന്നില്ല, അതങ്ങനെയാണ്, ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്, അത് നമുക്ക് പറയാം. ഇതിൻ്റെ ഇപ്പം MG കമ്പനിയിലുള്ള ആ വണ്ടിയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, ഒരു ഫീലൊക്കെ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്? പക്ഷേ ഒത്തിരി പേരെന്നോട് ചോദിച്ചാണ് ഇതിന് ഇത്രയും പൈസ കൊടുക്കുന്നതിനകത്ത്. പക്ഷേ MG കോമറ്റ് ഞാൻ പറയുന്നത് അതിൻ്റെ ഡോർ നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, നല്ല വെയിറ്റ് ആണ് അതിന് ഡോറിന്. അപ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അല്ല ഈ ഡോറിന്റെ സാധനം ഒരു ക്ലാസിക് എക്സാമ്പിളാണ് എപ്പോഴും ഈ ക്വാളിറ്റി പറയുന്നത്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിപ്പോൾ നമ്മളത് പിടിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് പറഞ്ഞ് അങ്ങ് പറഞ്ഞാണ്. പിന്നെ സീറ്റിംഗ് കംഫർട്ട്, നമ്മൾ ചെറിയ കോമറ്റിൽ പെർഫെക്റ്റ് സീറ്റിംഗ് കംഫർട്ട് എന്ന് നമുക്ക് വേണേൽ പറയാം. സിറ്റിക്കകത്തോട് വെക്കാനായിട്ട് ലെഗ് സ്പേസ് ഉണ്ട്. പുറയിലിരിക്കാൻ ഇപ്പോൾ ആൾക്കാർ പറയും പുറയിലിരിക്കാനായിട്ട് കംഫർട്ട് കുറവാണ്. ഒരു കാര്യമുണ്ട്, നമുക്ക് ആൾക്കാരെ ഇടയ്ക്ക് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിർത്തി വണ്ടി ആൾക്കാരെ അകത്ത് കയറ്റാനും അവർക്ക് ഇറങ്ങിപ്പോകാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ പോയിന്റ് ടു പോയിന്റ് യാത്ര ചെയ്യുകയാണെന്നുണ്ട്. ഞാൻ ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേനും പിള്ളേരായിരിക്കും പുറയിരിക്കുക, അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് പുറയിലിരിക്കാം. നമ്മൾ 1 പോയിന്റ് ടു ദ അതർ പോയിന്റ് നമ്മൾ പോവാണ്, അന്നേരം ഒരു പ്രശ്നവുമില്ല അതിനകത്ത്.